IBPS PO പൊതുമേഖലാ ബാങ്കുകളിലേക്കുള്ള ഓഫീസർ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാം. വെൽക്കം ടു എഡ്യു ഗാർണറ്റ്. ഞാൻ കലാദീപക്. ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് August 21 ആണ്. ബട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും അറിയാമല്ലോ, August 15 അപ്ലൈ ചെയ്തിരിക്കണം. ബിക്കോസ് ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. ഇന്ത്യയിലെ ഫുൾ കുട്ടികളും ഇതേ IBPSന്റെ സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നാച്ചുറലി സൈറ്റ് ബിസിയാവും. അതുകൊണ്ട് തന്നെ August 15 അപ്ലൈ ചെയ്ത് തീർക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. 11 നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ് IBPSന്റെ അണ്ടറിൽ വരുന്നത്. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. ഇനി എലിജിബിലിറ്റി, ആർക്കാണ് ഈ എക്സാംസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? ഏജ് നോക്കുന്നത് ആസ് ഓൺ August 1 ആണ്. മിനിമം 20, മാക്സിമം 30. അത് ജനറൽ കാറ്റഗറിക്കാണ്. OBCക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, അതായത് 33 വരെ. SC/STക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, അതായത് 35 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി അല്ലെങ്കിൽ PWD കാറ്റഗറിക്ക് 10 വർഷം അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതാണ്. എഡ്യൂക്കേഷണൽ എലിജിബിലിറ്റി നോക്കുന്നത് ആസ് ഓൺ August 21 ആണ്. ഗ്രാജുവേറ്റ്, എനി ഡിഗ്രി, പെർസെന്റേജ് ഒന്നും പ്രശ്നമല്ല, ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഇനി റിസൾട്ട് അവൈറ്റ് ചെയ്യുന്നവരാണെങ്കിലും August 21 നിങ്ങളുടെ റിസൾട്ട് വരികയാണെങ്കിൽ, സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടണ്ട, റിസൾട്ട് കിട്ടി പാസ്സായെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാംസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ PWD കാറ്റഗറിയിൽ വരുന്ന മറ്റ് റിലാക്സേഷനെ കുറിച്ചൊക്കെ നോട്ടിഫിക്കേഷന് പേജ് നമ്പർ 4 to 8 കവർ അപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പെർസെന്റേജ് കാൽക്കുലേഷനെ കുറിച്ച് നോട്ടിഫിക്കേഷന് പേജ് നമ്പർ 9 മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മിക്കവാറും നമ്മുടെ മാർക്ക് ഷീറ്റ്സിന്റെ ഒക്കെ പുറകിലൊക്കെ അത് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ റെസ്പെക്റ്റീവ് യൂണിവേഴ്സിറ്റീസിലൊക്കെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും. ക്രെഡിറ്റ് ഹിസ്റ്ററിയെ കുറിച്ച് നോട്ടിഫിക്കേഷന്റെ പേജ് നമ്പർ 10 പറയുന്നുണ്ട്. ഒരു ഹെൽത്തി സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. PET അല്ലെങ്കിൽ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്, ജനറൽ കാറ്റഗറി ഒഴികെ മറ്റെല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ് PET. എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഓപ്ഷൻ ചോദിക്കും, PET നമുക്ക് വേണമെന്നുള്ളത്. അവിടെ ജനറൽ കാറ്റഗറി ഒഴികെ ബാക്കി എല്ലാവരും യെസ് ഓപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാര്യം കുറേയേറെ വർഷങ്ങളായിട്ട് PET ഓൺലൈൻ മോഡിൽ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. സെന്റേഴ്സിനെ കുറിച്ചൊക്കെ അവർ ചോദിക്കുമെങ്കിലും ഓൺലൈൻ മോഡിൽ തന്നെയാണ് കണ്ടക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് വളരെ കംഫർട്ടബിളി അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കുറേ മോക്ക് എക്സാംസും എക്സാം ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ PET ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. സ്കോർ വരുന്നത് ശരി ഉത്തരത്തിന് 1 മാർക്കും തെറ്റുത്തരത്തിന് 0.25 മാർക്കുമാണ് കുറയുന്നത്. റഫ് പേപ്പർ ഒക്കെ എക്സാം സെന്ററിൽ പ്രൊവൈഡ് ചെയ്യും. എക്സാമിനേഷൻ ഫീ വരുന്നത് 175 rupees ആണ് ഫോർ SC/ST ആൻഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആൻഡ് 850 rupees ആണ് ഫോർ ജനറൽ OBC കാറ്റഗറി. ഓക്കെ. പിന്നെ എക്സാമിനേഷൻ പാറ്റേൺ വരുന്നത്, ഇതൊരു PO ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ അങ്ങനെ 3 ഘട്ടങ്ങളാണ്. പ്രിലിംസും മെയിൻസും ഒബ്ജക്റ്റീവ് ഓൺലൈൻ പരീക്ഷയാണ്. പ്രിലിംസ് ആണ് ആദ്യം വരുന്നത്, പ്യോർലി ഒബ്ജക്റ്റീവ് ഓൺലൈൻ പരീക്ഷ. അത് വരാൻ പോകുന്നത് ഒക്ടോബറിലാണ്. 1 hour ആണ് ടോട്ടൽ ഡ്യൂറേഷൻ. സബ്ജക്ട്സ് വരുന്നത് ഇംഗ്ലീഷ് 30 questions 20 mark, റീസണിംഗ് 35 questions 20 minutes, മാർക്സ് അല്ല മിനിറ്റ്സ്. പിന്നെ മാത്സ് 35 questions 20 minutes. അതായത് ഓരോ സെക്ഷനും പ്രത്യേകം 20 minutes. അങ്ങനെ ടോട്ടൽ 1 hour. ഈ ഓരോ സബ്ജക്റ്റിനും പ്രത്യേകം കട്ട് ഓഫ് ഉണ്ട്. അതിന് പുറമെ ഒരു ടോട്ടൽ കട്ട് ഓഫ് ഉണ്ട്. അപ്പൊ കട്ട് ഓഫിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കിട്ടുന്ന 20 minutes നമ്മുടെ മുൻപിലേക്ക് വരുന്ന ആ പെർട്ടിക്കുലർ സബ്ജക്ട് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ്ജക്റ്റിന്റെ കട്ട് ഓഫും ക്ലിയർ ആവും. അതുപോലെ തന്നെ ടോട്ടൽ കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ചെയ്യും. ഇനി പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവരാണ് രണ്ടാമത്തെ ലെവലായ മെയിൻസിലേക്ക് പോകുന്നത്. മെയിൻസ് വരാൻ പോകുന്നത് നവംബറിലാണ്. മെയിൻസിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 3.5 മണിക്കൂറാണ്. അതിൽ 3 hours ഒബ്ജക്റ്റീവ് ഓൺലൈൻ എക്സാം ആണ്. റീസണിംഗ്, QA, ഇംഗ്ലീഷ്, GA ജനറൽ അവയർനെസ്. അതിൽ QA എന്നുള്ള സബ്ജക്ട് അവര് മെയിൻസിൽ പറയാ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ POയുടെ മെയിൻസിൽ കൂടുതലും വിവിധ തരത്തിലുള്ള ഗ്രാഫ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ആ ടോപ്പിക്കിനെയാണ് നമ്മൾ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന്റെയൊക്കെ പ്രത്യേക നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ടൈമിങ്ങും ഒക്കെ തന്നെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ടേബിളിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമാവും. ഇനി ഈ 3 hours ഒബ്ജക്റ്റീവ് ഓൺലൈൻ എക്സാം കഴിയുമ്പോൾ നമുക്കൊരു 1/2 മണിക്കൂറത്തെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുണ്ട്. ഇംഗ്ലീഷിന്റെ ഒരു എസ്സേയും ഒരു ലെറ്റർ റൈറ്റിംഗ്. അതെല്ലാം POയുടെയും മെയിൻസിന് ഉള്ളത് തന്നെയാണ്. ഈ ഒരു മെയിൻസ് ക്ലിയർ ചെയ്യുന്നവരാണ് ലാസ്റ്റ് ലെവലായ ഇന്റർവ്യൂയിലേക്ക് കടക്കുന്നത്. ഓക്കെ. ഇനി ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്? പേജ് നമ്പർ 20 മുതൽ ക്ലിയർലി കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഓർക്കുക, ഏതൊരു ബാങ്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനും സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ലെന്ന് പ്രത്യേകം ഓർത്തോണം. നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അക്ഷയ സെന്ററിലോ കമ്പ്യൂട്ടർ സെന്ററിലോ അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർ വിവിധ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്നവരാണല്ലോ.
അപ്പോൾ അവർ മിക്കവാറും പറയും സർട്ടിഫിക്കറ്റ്സ് വേണമെന്നുള്ളത്. അപ്പോൾ ഓർക്കുക, ബാങ്ക് എക്സാംസിന് നമുക്ക് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതിന് അവസാനം ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ റൗണ്ട് ഉണ്ട്, അന്നേരമാണ് വേണ്ടത്. ഏതൊരു ബാങ്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് 4 കാര്യങ്ങൾ മതി. നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ ലെഫ്റ്റ് തം ഇംപ്രഷൻ, നമ്മുടെ സിഗ്നേച്ചർ, നമ്മുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഈ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എങ്ങനെ എഴുതണമെന്ന് താണ്ടി ഇപ്പൊ സ്ക്രീനിൽ കാണിക്കും, അതുപോലെ തന്നെ ഒരു പേപ്പറിലോട്ട് എഴുതിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് തമ്പിന്റെ ഇംപ്രഷൻ ഇടുക. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ അവർ പറയുന്നുണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് പാടില്ലെന്ന്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് പാടില്ലെന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ക്യാപിറ്റൽ എഴുതരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആവരുതെന്നല്ല, മൊത്തത്തിൽ ക്യാപ്സിൽ എഴുതി വെക്കരുത് എന്നുള്ള അർത്ഥമേ അതിന് വരുന്നുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ലൈവ് ഫോട്ടോ, ഈ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വെബ്കാം ഫെസിലിറ്റി ഒക്കെ ഉള്ളിടത്ത് വേണം അപ്ലൈ ചെയ്യാൻ പോകാൻ. പിന്നെ റീസെന്റ് നിങ്ങൾ ഗ്രാമീൺ ബാങ്കിനും IBPS ക്ലർക്കിനും ഒക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ബുദ്ധിമുട്ടല്ല. കാര്യം ഈ 4 കാര്യങ്ങളും ഓൾറെഡി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് സൈസ് ആക്കി വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ സ്കാൻ ചെയ്ത് സ്കൈസ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതെടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി, ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ ഇതൊക്കെ സൈസ് ആക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അതുപോലെ തന്നെ സൈസ് ആക്കുമ്പോൾ എപ്പോഴും അത് സേവ് ചെയ്തിടാൻ ഓർക്കുക. അടുത്തടുത്ത എക്സാംസിനപ്പോൾ നമുക്ക് ഈസിലി അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ മറ്റെവിടെയെങ്കിലും പോയിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിലും എൻട്രി ചെയ്യുന്ന ഓരോ ഡീറ്റെയിലും കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളല്ലേ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും കഴിഞ്ഞ തവണത്തെ വീഡിയോയുടെ അണ്ടറിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, റൈറ്റ് തമ്പിന്റെ ഇംപ്രഷൻ ആണ് വെച്ചത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അത് നമ്മുടെ മിസ്റ്റേക്ക് ആണ്, നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ആകെ 4 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്താൽ പോരെ, അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് കഴിയുന്നതിന് മുൻപ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്ലോഡ് ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. പൈസ പോവും, പക്ഷെ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്താൽ മതി. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അവര് കണക്കിലെടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ അതിലൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എക്സാമിനേഷൻ സെന്റർ ചൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നീട് അതിനകത്തൊരു ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റത്തില്ല. അതൊക്കെ നോട്ടിഫിക്കേഷൻ തന്നെ വലിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒട്ടുമിക്ക കേരളത്തിലെ എല്ലാ ജില്ലകളിലും എക്സാമിനേഷൻ സെന്റർ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള സെന്റർ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ IBPS POയുടെ മാത്രമല്ല, ഇതിന് പുറമെ ഇപ്പോൾ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷനും ഫെഡറൽ ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോസും നമ്മൾ പ്രത്യേകം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രിപ്പറേഷൻ ഒക്കെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ഹയർ ലെവൽ എക്സാംസ് ആണ്. നമ്മൾ ബേസ് ലെവൽ തൊട്ട് പഠിച്ച് സ്ട്രോങ് ആക്കിയാണ് ഹയർ ലെവലിലേക്ക് എത്തേണ്ടത്. 2 സബ്ജക്ട്സ് പ്രോബ്ലമാറ്റിക് ആണ്, റീസണിങ്ങും മാത്സും ചെയ്ത് പഠിക്കണം. എക്സാം ഓൺലൈനും ടൈം ലിമിറ്റും ഉണ്ട്. റിക്വയർഡ് സ്പീഡ് അച്ചീവ് ചെയ്യാൻ നമുക്ക് പ്രാക്ടീസിന്റെ ആവശ്യം വളരെയേറെ വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. എഡ്യൂഗാർണറ്റ് ഓൺലൈനായി ബാങ്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ആപ്പ് ത്രൂ ആണ്. റെക്കോർഡ് ക്ലാസ്സസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോക്ക് എക്സാംസ്, ഡെയിലി വീക്ക്ലി GA, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി, സ്റ്റഡി ഗൈഡൻസ് എല്ലാം തന്നെ നമ്മുടെ പാക്കേജിൽ അവൈലബിൾ ആണ്. 2 months ക്രാഷ് കോഴ്സ്, 6 months 1 year പാക്കേജ്, അതുപോലെ തന്നെ ലൈഫ് ടൈം പാക്കേജും നമുക്ക് അവൈലബിൾ ആണ്. ഡെമോ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാൻ സാധിക്കും. നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് കൂടുതൽ വിശദമായിട്ട് അറിയാൻ സാധിക്കും.